ഈ കണ്ടസ്റ്റൻസ് അവരിനെക്കാളും അതിൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ആയിട്ടാണ്. ഭയങ്കര ചീപ്പ് പരിപാടിയായി പോയി. ഈ ബാക്കിയുള്ള അംഗങ്ങളും ഇത് ഡ്രാമയാണെന്ന് തന്നെ വിചാരിച്ചിട്ട് തിരിഞ്ഞു നോക്കാതിരുന്ന എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ 4 പ്രാവശ്യം പറയുന്ന സമയം ഉണ്ടെങ്കിൽ അവർക്ക് 4 പേർക്ക് വന്ന് എടുത്തിട്ട് പോയിക്കൂടെ? അപ്പൊ ആൾക്ക് എന്ത് സംഭവിച്ചാലും അത് സംഭവിക്കട്ടെ തന്നെയാണോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, നിങ്ങളെല്ലാരും ബിഗ് ബോസ് കാണാറുണ്ടോ? നിങ്ങളെല്ലാരും കാണാറുണ്ടെന്ന് വിചാരിക്കണം. അപ്പൊ ഇന്നലത്തെ ഒരു എപ്പിസോഡില് കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഡെയിലി കാണുന്ന ഒരാളൊന്നുമല്ല, അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ കാണാറുണ്ട്. അതിന്റെ ഫാനാണ് ഞാൻ അനീഷ്. അമ്മയും അനീഷന്റെ കട്ട ഫാനാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇന്നലെ എന്താ പറഞ്ഞെന്നുള്ളത് എന്താ പറഞ്ഞെന്നുള്ളത് അപ്പൊ ഇതിൽ പറയാൻ എന്താന്ന് വെച്ചാൽ, ഷാനവാസ് അവിടെ വീണിട്ടുണ്ട്. അപ്പൊ എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കൺസെഷൻ റൂമിലേക്ക് കൊണ്ടുപോയത് എന്നാണ് അവര് ചോദിക്കണത്. അത് ലാലേട്ടൻ ചോദിക്കുകയാണ്. അപ്പൊ ഈ ടീമേറ്റ്സ് ബാക്കിയുള്ള അംഗങ്ങൾ പറയുന്നത് എന്താണെന്ന് നമുക്ക് 8 മിനിറ്റ് എങ്ങാണ്ടാണ് 8-9 മിനിറ്റ് എടുത്തു എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പൊ ഷാനവാസ് അവിടെ പറയുന്നുണ്ട് എനിക്ക് എണിക്കാൻ പറ്റണില്ല എന്ന് പറയുന്നുണ്ട്. ഇവർക്ക് ആർക്കും അയാളെ പിടിച്ച് പൊക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ല. പിന്നെ അക്ബറും മറ്റേ ആര്യനും അവരാണ് കുറച്ചെങ്കിലും ഒരു ഇതുള്ളത് ബോഡി കാര്യങ്ങളൊക്കെ. അവരെ മാറി നിൽക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ളവർക്ക് ആ 3 സ്ത്രീകൾക്കും കൂടെ തൂക്കിക്കൊണ്ട് പോകാനും പറ്റില്ല. പിന്നെ അനീഷ് ചേട്ടൻ കുറെ പ്രാവശ്യം പറയുന്നുണ്ട് എനിക്ക് ഷാനവാസ് എന്ന് പറയുന്നുണ്ട്. തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ട് എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. 8-9 മിനിറ്റ് ഒരു ഹാർട്ടിൽ പ്രോബ്ലം ഉള്ള പേഷ്യന്റിനെ കൊണ്ട് അവിടെ കിടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവര് ചെയ്തത്. ഇവര് എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 8 മിനിറ്റ് 9 ആളെ പിടിച്ചു, ഒരാളെ അടിക്കുന്നു. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഈ കണ്ടസ്റ്റൻസ് അവരിനെക്കാളും അതിൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ആയിട്ടാണ്. സത്യം. കാരണം അവിടുന്ന് ആൾക്കാർക്ക് വന്ന് കൊണ്ടുപോവായിരുന്നു. ഇത്രയും പേർക്കും കൂടി ഇയാളെ എണീച്ച് ഷാനവാസിനെ പൊക്കാനും പറ്റുന്നില്ല. ഷാനവാസും പറയുന്നുണ്ട് അയാൾക്ക് അവിടെ എണീക്കാൻ പറ്റണില്ല എന്ന് പറയുന്നത്. എന്നിട്ട് ഇത്രയൊക്കെ അതൊരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ, അതെന്തെങ്കിലും അവർക്ക് ഇങ്ങനത്തെ ഫിസിക്കൽ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ആളാണെങ്കിൽ അതെന്തെങ്കിലും കൈവേനയോ കാലുവേനയോ പറഞ്ഞിട്ട് നമുക്ക് വിടാം. ആൾക്കുള്ളത് അത് അറിഞ്ഞിട്ട് ഈ ബിഗ് ബോസ് 8-9 മിനിറ്റ് ഉള്ളിൽ നിന്ന് പുറത്തു വരാണ്ടിരുന്നത് എങ്ങനെയാണ്? അപ്പൊ ആൾക്ക് എന്ത് സംഭവിച്ചാലും അത് സംഭവിക്കട്ടെ തന്നെയാണോ? അപ്പൊ ഈ കണ്ടസ്റ്റൻസ് അവിടെ കിടന്ന് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ബിഗ് ബോസ് അവിടെ 4-5 പ്രാവശ്യം പറയുന്നുണ്ട് അകത്തോട്ട് കൊണ്ടുവരുമെന്ന്. കഴിഞ്ഞ സീസൺസിലും ഇതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പൂജ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ആൾക്കും വയ്യാതായ സമയത്ത് അവിടുന്ന് ആൾക്കാർ ഇങ്ങോട്ട് വന്ന് കൊണ്ടുപോവാണ് ചെയ്തത്. അത് കയ്യോ കാലോ എന്തോ വേദന അങ്ങനെ എന്തോ സംഭവമായിട്ട്. പക്ഷെ ഇടുപ്പ് പിടിച്ച ആൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടുന്ന് ആള് വന്ന് കൊണ്ടുപോവാണ് ചെയ്തത്. ഇതൊരു ഹാർട്ട് പേഷ്യന്റിനെയാണ് ഇങ്ങനെ കാണിക്കണത്. എന്നിട്ട് ലാലേട്ടൻ ഇന്നലെ സംസാരിച്ചത് ഇവരുടെ മേലെയാണ് പ്രോബ്ലം എന്നുള്ള രീതിയിൽ. ബിഗ് ബോസ് ഒന്നുമല്ല, ഈ പ്രോബ്ലം മൊത്തം ഇവിടെയുള്ള കണ്ടസ്റ്റൻസിന്റെ പേരിലാണ് ഇട്ടിരിക്കുന്നത്. കണ്ടസ്റ്റൻസ് അവിടെ വഴക്കുണ്ടാക്കാൻ പാടില്ല എന്നും അത് ശരിയാണ്. പക്ഷെ ബിഗ് ബോസ് പറഞ്ഞ സംഭവം അതിനകത്ത് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ഇങ്ങനത്തെ സംഭവങ്ങളും ഉണ്ടാവുമ്പോ അതിൽ ബിഗ് ബോസ് ഇടപെടണമായിരുന്നു. ആ ക്രൂ വന്ന് നോക്കണമായിരുന്നു മെഡിക്കൽ ടീമിന്. ഇത് അതുപോലും ചെയ്യാണ്ട് മൊത്തം ഇപ്പൊ ഇവരാണ് ചെയ്തെന്നുള്ള രീതിയിലാണ് ഇന്നലെ. അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണോ വേണ്ടത്? നിങ്ങൾ വഴക്കയിലേക്കാണ്. ഈ 4 പ്രാവശ്യം ബിഗ് ബോസ് പറയണമെന്ന് പറയുന്നുണ്ട്. ആ 4 പ്രാവശ്യം പറയുന്ന സമയം ഉണ്ടെങ്കിൽ അവർക്ക് 4 പേർക്ക് വന്ന് എടുത്തിട്ട് പോയിക്കൂടെ? അതല്ലേ ചെയ്യേണ്ടത്. ഈ 4 പ്രാവശ്യം 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും 4 പ്രാവശ്യം പറയുന്നത്. ഇപ്പൊ ആൾക്ക് അവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഈ ബിഗ് ബോസ് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ കൊണ്ടുവരും അല്ലാണ്ട് അവിടെ നിന്ന് ഒരാൾ ഇങ്ങനെ അകത്തോട്ട് വരുന്നില്ല. അത് ഭയങ്കര ചീപ്പ് പരിപാടിയായി പോയി. അത് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള ആൾക്ക്. ഷാനവാസിന്റെ അവിടെ നെവിൻ ആ പാൽ പാക്കറ്റ് അങ്ങനെ എന്തോ എടുത്ത് എറിഞ്ഞു. അത് കൊണ്ട ഫോഴ്സിലല്ല ആള് വീണത്, അത് താഴെ വഴുക്കിയിട്ടാണ് തോന്നുന്നു അല്ലേ? എനിക്ക് തോന്നിയത് അത് എറിഞ്ഞത് കൊണ്ടാണ് ആള് വീണത്. വീഴുന്ന സമയത്ത് അയാൾ വഴുക്കുകയും ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അത് കൊണ്ടിട്ട് മാത്രം വരാനുള്ള ഒരു ഇതൊന്നും ഇല്ല, അത്രയ്ക്ക് പവറിലൊന്നും എറിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു ഹേർട്ട് പേഷ്യന്റ് ആയ സ്ഥിതിക്ക് ചിലപ്പോൾ ആൾക്ക് പാനിക് അറ്റാക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. ആൾ ഓൾറെഡി അതിൽ കുറച്ച് പ്രഷറിലായിരുന്നു നിന്നത് ആ ഫൈറ്റിന്റെയും കാര്യങ്ങളുടെയൊക്കെ കാരണം. ഇതിനെന്താ ഇതിൽ അക്ബർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ അതൊരു ഡ്രാമയാണെന്നാണ് വിചാരിച്ചതെന്നാണ് പറയുന്നത്. ശരി, ആയിക്കോട്ടെ. അക്ബറും നെവിനും ഈ ആര്യനൊക്കെ അവിടെ കിടന്ന് തുള്ളിച്ചാട്ടുണ്ടായിരുന്നു ആ ഷാനവാസൊക്കെ അവിടെ വീണ് കിടക്കുമ്പോ. എന്നിട്ട് അതൊരു ഡ്രാമയാണെന്നാണ് വിചാരിച്ചിട്ട് വേണ്ടിയിട്ടാണ് അവർ ഒന്ന് നോക്കാണ്ടിരുന്നത്. ഇതേ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, ഈ ബാക്കിയുള്ള അംഗങ്ങളും ഇത് ഡ്രാമയാണെന്ന് തന്നെ വിചാരിച്ചിട്ട് തിരിഞ്ഞു നോക്കാതിരുന്ന എന്ത് ചെയ്തിട്ടുണ്ടാവും അയാളെ? അപ്പോഴും ബിഗ് ബോസ് അവിടെ കിടന്ന് കൺസെഷൻ റൂമിലേക്ക് കൊണ്ടുവരൂ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നിട്ടുണ്ടാവും. അല്ലാണ്ട് അവിടെ നിന്ന് ഒരു കുട്ടി ഇങ്ങോട്ട് അകത്തോട്ട് വന്നിട്ട് ആളിനെ കൊണ്ടുപോകുന്നു തോന്നില്ല. പിന്നെ ഇതിൽ ആരോ ഒരാൾ പറയണ്ടായിരുന്നു, ആ സംഭവം നടക്കുന്ന സമയത്ത് ആരോ ഒരാൾ പറയുന്നുണ്ട്, അനീഷാന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ഒരാൾ പറയുന്നുണ്ടായിരുന്നു
ഞങ്ങൾ എല്ലാവരും പുറത്തോട്ട് മാറി നിൽക്കാൻ. അല്ല, ഞങ്ങളെ കൊണ്ട് പിടിച്ചിട്ട് പൊങ്ങണില്ല. കാരണം ഷാനവാസിന്റെ താടിയൊക്കെ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് വെയിറ്റ് കൂടി വരികയാണ് ആള് ടയേർഡ് ആയിക്കൊണ്ടിരിക്കുമ്പോ. അപ്പൊ ഞങ്ങൾക്ക് പിടിച്ചിട്ട് പൊങ്ങണില്ല. ഞങ്ങൾ പുറത്തോട്ട് മാറി നിൽക്കാൻ, നിങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് വന്ന് ഒന്ന് നോക്കാവോ, മെഡിക്കൽ ടീം വന്നൊന്ന് നോക്കാവോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോഴും ബിഗ് ബോസ് അകത്തോട്ട് കൊണ്ടുവരൂ തന്നെ പറയുള്ളത്. എങ്ങനെ കൊണ്ടുവരും എന്നുള്ള കാര്യം അവര് പറയുന്നില്ല. ആളെ തൂക്കിയിട്ട് അങ്ങനെ പെട്ടെന്ന് പൊങ്ങണ ആളും അല്ല. അത് കുറച്ച് സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല അയാൾ പറയുന്നുണ്ട് എനിക്ക് എണീക്കാൻ പോലും പറ്റണില്ല എന്ന് പറഞ്ഞിട്ടടക്കം. ബിഗ് ബോസ് ഒരു ഡോക്ടറിനെ എന്തെങ്കിലും ഒരു മെഡിക്കൽ ടീമിനകത്ത് നോക്കിയിട്ട് എന്താ സംഭവം എന്നെങ്കിലും ഒന്ന് അറിയണമായിരുന്നു. ഇത് അതുപോലെ അറിയാണ്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ കൊണ്ടുവരാനാണ്? ബിഗ് ബോസ് ചെയ്തത് ഏറ്റവും ഇതില് ആ കണ്ടസ്റ്റൻസിനെക്കാളും തെറ്റ് ചെയ്തത് കൺഫേം ആയിട്ട് ബിഗ് ബോസ് ആണ്, വേറെ ആരുമല്ല. ആൾക്ക് അതിനകത്ത് നിന്ന് ഇപ്പൊ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് മൊത്തം നെവിന്റെ തലയിൽ ഇട്ടിട്ട് ബിഗ് ബോസ് ഊരി പോകും. അത്ര തന്നെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ബിഗ് ബോസ് അതിൽ പറയില്ല ഇവര് കൊണ്ടുവന്നിട്ടില്ല, അകത്തോട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നല്ല പറയുള്ളൂ. എന്നാൽ അവർക്ക് ഒരാൾക്ക് വന്ന് നോക്കണം എന്നില്ല. അപ്പൊ അതാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ ഷാനവാസിന്റെ ഫാമിലി ഇതെല്ലാം കാണുന്നതാണ്. അവർക്ക് എത്ര ടെൻഷൻ ഉണ്ടാവും. നമുക്ക് കാണുമ്പോഴേ അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റണില്ല. പിന്നെ ആ ഫാമിലിക്ക് കൂടെ കണ്ടതിനെ പിന്നെ അവർക്ക് എത്ര വിഷമം ഉണ്ടാവും കാര്യങ്ങള്. അതൊക്കെയാണ് പരിപാടി ചെയ്തത് ബിഗ് ബോസ്. ഏറ്റവും അത് ശരിയായില്ല, തീരെ ശരിയായില്ല. എന്താ കണ്ടസ്റ്റൻസിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു ഇത് ചെയ്ത്. ഇന്നലെ ലാലേട്ടൻ വന്നപ്പോ എല്ലാ കണ്ടസ്റ്റൻസിന്റെ മേലെ തെറ്റിട്ടിട്ട് ഊരിപ്പോവാന്നാ വിചാരിച്ചത്. പക്ഷെ കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും അവിടെ ബിഗ് ബോസും തെറ്റ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞു. അല്ലാതെ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ അത്ര വലിയ ഫാൻസ് ഒന്നും അല്ല. ഇവള് ഫാനാണ് തോന്നുന്നത്, അനീഷിന്റെ. ഞാൻ അത്ര ഫാനൊന്നും അല്ല. എനിക്ക് കണ്ടപ്പോ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ ബിഗ് ബോസിന്റെ കാണിക്കല. എന്നിട്ട് മൊത്തം ഇവന്റെ മേലേക്ക് തെറ്റെടുത്തിട്ട് പോകുന്നത് അത് നമുക്ക് അങ്ങോട്ട് പറ്റിയില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങക്ക് ആരെയും ഇഷ്ടമുള്ളതെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിന്റെ എന്താ ഇതിൽ അഭിപ്രായം? ഞങ്ങളുടെ ഒരു അഭിപ്രായമാണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ ഫീൽ ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ ആര്യനൊക്കെ എന്താ കാണിക്കുന്നത്? ആര്യനും അക്ബർക്ക് കറക്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോ ഭയങ്കര ഓവർ ആക്ടിങ് ആണ്. ഇപ്പൊ അനുമോളിന് മാത്രം എന്താ ഡ്രാമ ക്യൂവിന് അത് ഇതെന്ന് പറയുന്നത്. അത് ശരിയാണ്, അനുമോൾ മെഴുകുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ ഈ ആര്യൻ അക്ബർ എന്താ, ആര്യൻ അത്ര ദിവസമൊക്കെ വലിയ ഡയലോഗും കാര്യങ്ങളും അടിച്ചു നിൽക്കും. ലാലേട്ട വരുമ്പോ ശരിയാണ് ലാലേട്ടാ, ആ തെറ്റ് ഞാനാ ചെയ്തത്, ശരിയാണ്, അതെന്താ കാണിക്കുന്നത്? ആള് കുട്ടിക്കളിയാണ്. പക്ഷെ വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോ ഭയങ്കര മെച്ചൂരിറ്റി. എത്ര ദിവസം ആര്യനോട് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാ ശരിയാണ്, ആ തെറ്റ് ഞാൻ ചെയ്തു ചെയ്യാറില്ല. ലാലേട്ട വരുമ്പോ അപ്പൊ തന്നെ ശരിയാണ് ലാലേട്ടാ, അത് തെറ്റായിരുന്നു. അപ്പൊ ലാലേട്ട അപ്പൊ തന്നെ അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു ആളുകൾ ചോദിച്ചത്. അപ്പൊ ഇത് നീ തെറ്റല്ലാന്ന് പറഞ്ഞിട്ട് അവിടെ അനുമോളുടെ ബെഡിൽ കിടന്ന് വെള്ളം ഒഴിക്കുമ്പോ അവിടെ സപ്പോർട്ട് ചിരിക്കുകയാണല്ലോ ചെയ്തതെന്ന് ചോദിച്ചു. അത് ഞാൻ യോജിക്കുന്നു. എന്തൊക്കെയാ കാണിക്കുന്നത് ഇതൊക്കെ ഒരു. അതുപോലെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ എങ്ങനെയാന്ന് വെച്ചാൽ ലാലേട്ടൻ അക്ബറിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ഞാനും കണ്ടിട്ടില്ല. ആളെപ്പോഴും അക്ബറിനോട് ഒരു സോഫ്റ്റ് കോർണർ വെച്ച് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്കും പേഴ്സണലി അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഒരു അഭിപ്രായം പറയണമെന്നുണ്ടായിരുന്നു. ഇത് മൊത്തം ആ ആൾക്കാരുടെ മേത്ത് മാത്രം തെറ്റിട്ടിട്ട് പോകുന്നത് ഒരിക്കലും ശരിയല്ല. അത് ബിഗ് ബോസിന്റെ ഭാഗത്താണ് തെറ്റുണ്ട്. അതല്ല, ഈ അക്ബറും ടീമും പറയുന്നത് അത് ഡ്രാമയാണ് എന്ന് വിചാരിച്ചിട്ട് അവര് നിന്ന് പോകുന്നു. അത് ശരിക്കും ഇങ്ങനെ ഡ്രാമ ചെയ്യണവരും ചിലപ്പോൾ ഉണ്ടാവും. എന്തെങ്കിലും എനിക്ക് പറ്റിക്കുന്ന അയ്യോ എനിക്ക് പറ്റില്ല, അത് ഫിസിക്കൽ അസോൾട്ടിന്റെ പുറത്ത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റന്റിനെ പുറത്താക്കാൻ വേണ്ടി ഡ്രാമ ചെയ്യണവരും ഉണ്ടാവും. ബട്ട് ഇത് ഡ്രാമയല്ല, ഒരിക്കലും ഇത് ഡ്രാമയല്ല. പക്ഷെ അവർക്ക് അത് ഡ്രാമയായിട്ടാണ് തോന്നിയത്. ഇത് ബാക്കിയുള്ള ആ കുടുംബാംഗങ്ങൾക്കും അത് ഡ്രാമയായിട്ട് തോന്നിയെങ്കിൽ ആൾക്ക് അതിനകത്ത് നിന്ന് എന്തെങ്കിലും പറ്റിയ തന്നെ ഉള്ളൂ. പറ്റിയ വീട്ടുകാർക്ക് മാത്രമേ പോകുള്ളൂ. അതിലും ബിഗ് ബോസ് ഇടപെടില്ല. അത് ഞങ്ങൾക്ക് ഒരിക്കലും അത് ശരിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് റിയാക്ട് ചെയ്യണം തോന്നി, അത്രേ ഉള്ളൂ. ഇനി ബിഗ് ബോസിന്റെ റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു പറയണം തോന്നി, അത്രേ ഉള്ളൂ. അമ്മയൊക്കെ എന്നാലും ടെൻഷനായി പ്രഷർ കയറി നിൽക്കുന്നത് അമ്മയ്ക്ക്. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.